സംസ്ഥാനത്ത് ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ തന്നെ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രായഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭ്യമാക്കും. പ്രിയദർശിനി എന്ന പേരിലാണ് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ KSRTCക്ക് 75 മുതൽ 80 കോടി രൂപയോളം സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്ക്. ഈ തുക സർക്കാർ നൽകും. സ്റ്റേറ്റ് അറ്റോർണിയായി അനൂപ് വി നായരെ നിയമിച്ചെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 15 തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തില് ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും.